അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ദിമിത്രോസ് ഡാമന്റക്കോസിന് പകരക്കാരനായി സ്പാനിഷ് സ്ട്രൈക്കറായ ജെസ്യൂസ് ജിമെനസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചതായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജെസ്യൂസ് ജിമെനസിന്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൊമസ്റ്റിക് സൈനിങ്ങുകൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഇത്തവണ ഡൊമസ്റ്റിക് സൈനിങ്ങുകളൊന്നും വലിയ രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ വിശ്വസ്ത ഭടനായിരുന്ന ജിക്സൺ സിംഗിനെ വരെ മറ്റൊരു ക്ലബിലേക്ക് വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വിദേശ താരം ഉൾപ്പെടെ 3 ഡീലുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗനേനിയൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ക്ലബിലേക്ക് ലോണിൽ പറഞ്ഞയക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായി തന്നെ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പെപ്ര ക്ലബ്ബ് വിടുകയാണ് എങ്കിൽ ഒരു വിദേശ താരത്തിൻ്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുമെന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 90 സെക്കൻഡ് സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC-യിൽ നിന്നും നംഗ്യാൽ ബൂട്ടിയയെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അനസ് ടോക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ-ലീഗ് ക്ലബ്ബായ ഷില്ലോങ് ലജോങ്ങിൽ നിന്നും ഒരു ഇന്ത്യൻ താരത്തെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ അർജന്റൈൻ സ്ട്രൈക്കറായ ഫെലിപ്പെ പസഡോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റൂമറുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ താരവുമായി ചില ചർച്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം സൂചിപ്പിക്കുന്നത്.